ഹലോ, എല്ലാവർക്കും നമസ്കാരം. ചിക്കൻ റോസ്റ്റ് സ്റ്റൈലിൽ കോളിഫ്ലവർ കൊണ്ടുള്ള ഒരു നാടൻ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പി കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ റോസ്റ്റും തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ റെസിപ്പി കാണാം. കോളിഫ്ലവർ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഏകദേശം 500 ഗ്രാം തൂക്കം വരുന്ന ചെറിയൊരു കോളിഫ്ലവർ ഇതുപോലെ ചെറിയ പീസുകളായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കോളിഫ്ലവറിൽ ചിലപ്പോഴൊക്കെ ചെറിയ പുഴുക്കളുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരിഞ്ഞെടുത്ത കോളിഫ്ലവർ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് ചൂടുവെള്ളത്തിലിട്ട് 5 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായി കഴുകി ഇതിലെ വെള്ളമെല്ലാം ഒന്ന് വാർന്നു കളഞ്ഞെടുക്കണം. കോളിഫ്ലവർ ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഒരു ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 3-4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും എരിവിനായിട്ട് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. മസാലയെല്ലാം കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഇതുപോലെ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം മസാലയെല്ലാം കോളിഫ്ലവറിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനേ വെക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. ഓയിലോ വെളിച്ചെണ്ണയോ ഏതിൽ വേണമെങ്കിലും നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യത്തെ 2-3 മിനിറ്റ് അനക്കാതെ കൂടിയ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ചിട്ട് കോളിഫ്ലവർ എല്ലാം നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടും വരെ ഇതുപോലെ തിരിച്ചും മറിച്ചിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് നമ്മുടെ കോളിഫ്ലവർ എല്ലാം നന്നായിട്ടൊന്ന് ക്രിസ്പിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് ഓയിലിൽ നിന്നും കോരിയെടുക്കാം. സ്നാക്സ് ആയിട്ട് ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ്. ഇനി നമുക്കതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്ത് ബാക്കിയുള്ള ഓയിലിൽ നിന്നും അധികമുള്ള ഓയിൽ മാറ്റി വെച്ച് ബാക്കിയുള്ള 3-4 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഇതുപോലെ 2 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് ഈ സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ഹൈനും ഇടയിൽ വെച്ച് 3-4 മിനിറ്റ് നന്നായി വഴറ്റി സവാള നന്നായി സോഫ്റ്റായി കളർ ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ നിറമായി കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു മീഡിയം കഷ്ണം ഇഞ്ചിയും 8-10 അല്ലി വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം പച്ചമണം മാറും വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. എല്ലാത്തിൻ്റെയും പച്ചമണം ഒന്ന് മാറിക്കഴിയുമ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് തക്കാളി നന്നായി വന്ന് സോഫ്റ്റായി കിട്ടും വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഇപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നല്ലൊരു കളറിനായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. എരിവിനായിട്ട് നമ്മൾ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് സാധാ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർത്താൽ മതിയാവും. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിനായിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടുതൽ എരിവ് വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലപ്പൊടികൾ ചേർത്തിട്ട് പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാനായി ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് മസാലകളുടെ എല്ലാം പച്ചമണം മാറാനായി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് കൊടുക്കാം. കോളിഫ്ലവർ ചേർത്തിട്ട് മസാലയെല്ലാം കോളിഫ്ലവറിന്റെ എല്ലായിടത്തേക്കും ഒരേപോലെ ആകത്തക്ക വിധത്തിൽ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ മസാലയെല്ലാം കോളിഫ്ലവറിലേക്ക് നന്നായി പിടിച്ച് എല്ലാം ഒന്ന് പാകമായി കിട്ടാനായിട്ട് 2-3 മിനിറ്റ് കൂടി പാത്രത്തിന്റെ ചുടിൽ തന്നെ തുറന്ന് വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഈ സമയം ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കാവുന്നതാണ്. അങ്ങനെ ഏകദേശം 2 മിനിറ്റ് നന്നായി വഴറ്റി കോളിഫ്ലവറിലേക്ക് മസാലയെല്ലാം നന്നായി പിടിച്ചൊന്ന് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോളിഫ്ലവർ റോസ്റ്റിൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് പറയാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക്